ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്ക് ഡേ ഡ്യൂട്ടി ആയിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ചുമ്മാ റൂമിലിരിക്കണമല്ലേ, എന്തായാലും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് തട്ടുകടയിൽ പോയി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. വേറെ തട്ടുകടയൊന്നുമില്ല, നമ്മുടെ റൺവേൻ്റെ ബാക്ക് സൈഡിൽ തന്നെ നമ്മുടെ ചേച്ചിയുടെ ഫേമസ് ആയിട്ടുള്ള തട്ടുകടയുണ്ട്. മിക്കവർക്കും അറിയുമായിരിക്കും, റീലിലൊക്കെ ആണെങ്കിൽ മെയിനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൈരടി ഫുഡ് കോർട്ട് എന്നാണ് ആ തട്ടുകടയുടെ പേര്. അത് നമ്മുടെ റൺവേൻ്റെ ബാക്ക് സൈഡായിട്ടാണ് വരുന്നത്. അപ്പോൾ മിക്കവർക്ക് ഇവിടെ എയർപോർട്ടിലെടുത്തുള്ളവർക്കാണെങ്കിലും എപ്പോഴും വന്നു പോകുന്ന ഒരു അടിപൊളി തട്ടുകട ഉണ്ടത്. അപ്പോൾ അറിയാത്തവരുണ്ടെന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മാപ്പിൽ കൈരളി ഫുഡ് കോർട്ട് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോഴേ നമ്മുടെ അവിടെ എത്തി. അപ്പോൾ ഇവിടെ വൈകുന്നേര സമയങ്ങളിലാണ് ഈ ഒരു തട്ടുകട തുറക്കുന്നത്. നമ്മുടെ എയർപോർട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നത് ചേച്ചി നടക്കുന്ന തട്ടുകടയാണിത്. അതല്ലാതെ രണ്ടുമൂന്ന് ജോലിക്കാരും കൂടെ ഉണ്ട് അവിടെ. അപ്പോൾ നോൺ വെജ് ഐറ്റംസാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. അതല്ലാതെ തന്നെ ചെറു കടികളാണെങ്കിലും ബജ്ജികളാണെങ്കിലും ഇവിടെ ഉണ്ട്. അപ്പോൾ ചേച്ചി എന്തൊക്കെ ഉണ്ട് ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി ഒരു ലിസ്റ്റ് പറയും. ആ ലിസ്റ്റ് പറയണതിലാണ് നമുക്ക് കൺഫ്യൂഷൻ അടിക്കുന്നത്. എന്ത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആവും നമുക്ക്. കൊത്തുപൊറോട്ട, പത്തിരി ഇറച്ചി, ഇടിയപ്പം, ചിക്കൻ, പാലപ്പം, താറാവ്, കാടഫ്രൈ ഉണ്ട്, മീൻ ഫ്രൈ ഉണ്ട്, ദോശയുണ്ട്. ഇതാണ് മെയിനായിട്ടുള്ള ഐറ്റംസ്. പിന്നെയൊക്കെ ബജ്ജികളാണ്. ഈ ഈവനിങ് ടൈമിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടാവും കേട്ടോ. വേറെ ഒന്നുമല്ല, ഈവനിങ് ടൈമാണ് ഇപ്പോൾ ഓപ്പൺ ആവുന്നതും. അതുമല്ല, ഇവിടെ എയർപോർട്ടിൽ വന്നവരാണെന്നാണെങ്കിലും മെയിനായിട്ട് ഈ ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് ഇവിടെ തിരഞ്ഞെടുപ്പിച്ച് വരുന്ന സ്ഥലമുണ്ടത്. അത് തന്നെ ഫുഡുകളൊക്കെ രക്ഷയിലൊക്കെ ഫുഡാണ്. അപ്പോൾ നമ്മുടെ ആദ്യം നമ്മൊരു പാലപ്പവും താറാവറി ഓർഡർ ചെയ്തിട്ടോ. അങ്ങനെ അത് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു പഴംപൊരി ബീഫ് കൂടി ഓർഡർ ചെയ്തിട്ടോ. ഇവിടെ വന്നാലുള്ള എൻ്റെ മെയിൻ ഐറ്റമാണ് പഴംപൊരി ബീഫ്. എൻ്റെ ഫേവറേറ്റ് ഐറ്റം എന്ന് വെച്ചാൽ ഫേവറേറ്റ് ഐറ്റം. ഈ സ്പോട്ടിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ സ്വാദിഷ്ടമായ ഫുഡും അതുപോലെ തന്നെ നല്ല വ്യൂവും കാണാൻ പറ്റിയൊരു സ്പോട്ടാണിത്. അതായത് ഈ റൺവേൻ്റെ ബാക്ക് സൈഡ് ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫും അത് തന്നെ ലാൻഡ് ചെയ്യണതും അടിപൊളിയായിട്ട് കാണാൻ പറ്റിയൊരു വ്യൂ പോയിൻ്റ് കൂടിയാണിത്. അപ്പോൾ ഈവനിങ് ടൈമിൽ ചുമ്മാ റൂമിലൊക്കെ ഇരിക്കണവരൊക്കെ ആണെന്നാണെങ്കിൽ, ഇതിൻ്റെ അടുത്തുള്ളവരൊക്കെ ആണെന്നാണെങ്കിൽ, അറിയാത്തവരൊന്നുമല്ല ഈ ഒരു തട്ടുകട. പക്ഷേ ഈ ഒരു തട്ടുകട അറിയാത്തവരുണ്ടെന്നാണെങ്കിൽ കൈരളി ഫുഡ് കോർട്ടിൽ നിന്ന് മാപ്പിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്പോട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ പിന്നെ കുറച്ച് നേരം ഫ്ലൈറ്റൊക്കെ പോണത് കണ്ടും കുറച്ച് നേരം സംസാരിച്ചിരുന്ന് ഈവനിങ് അങ്ങനെ അടിപൊളിയാക്കി കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. അപ്പോൾ ബൈ ബൈ.